തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റവും അവസാന മണിക്കൂറുകളിൽ, അതായത് നിശബ്ദ പ്രചരണമാണ്. നമ്മൾ രാവിലെ മുതൽ തോമസ് ചാഴിക്കാടനെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഓടി പലയിടത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം രാവിലെ കുറച്ച് വിശ്രമിക്കാവുന്ന കരുതി, വിശ്രമിക്കാനല്ല, പക്ഷെ മറ്റ് ദിവസങ്ങളെക്കാൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം എന്ന് കരുതിയതാണ്. അതിരാവിലെ പള്ളിയിൽ പോയി, പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുതലേ ഇവിടെ ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പലയിടങ്ങളിൽ പോയതിന് കൂടുതൽ കാരിത്താസിലെ പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ വ്രതവാഗ്ദാനത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. കുറേ മഠങ്ങൾ കയറി NSSലെത്തി, അങ്ങനെ എല്ലായിടത്തും. ഈ രാവിലെ പത്രം വായിച്ചപ്പോഴാണ് LDF ഇന്ത്യ മുന്നണി, എന്താണ് ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുന്നണി ആയോ? ആര് പറഞ്ഞു ഇന്ത്യ മുന്നണി ഇല്ലെന്ന്? ആര് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ നേരത്തെ രാഹുൽ ഗാന്ധി വരുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്, ഞാനും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ജയിച്ചു എന്നാൽ ഇന്ത്യ മുന്നണിയിലാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം വന്ന് എനിക്കെതിരെ പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധി തമ്മിലുള്ള ഫൈറ്റാണ് കഴിഞ്ഞ. അല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും CPIയും കേരള കോൺഗ്രസ് എമ്മും എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ മോഡി ഭരണം മാറണം എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. ഒരു മതേതര ജനാധിപത്യ സംവിധാനം കേന്ദ്രത്തിൽ ഭരണത്തിൽ വരണമെന്നുള്ള ആഗ്രഹമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മോഡിക്ക് ഇവിടെ ഇതുവരെ കാലുകുത്താൻ കഴിയാതെ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉണ്ടായത്. അപ്പോൾ അബദ്ധത്തിലൊന്നും സംഭവിച്ചല്ലേ? ഇന്ത്യ മുന്നണി കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ്. ഒരു സംശയമില്ലല്ലോ, ഇന്ത്യ മുന്നണി കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിക്കുന്നവരെല്ലാവരും ചെന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ പ്രവർത്തിക്കുക. അപ്പം അതിൻ്റെ ഭാഗമാണ് ഞാനും. ഒരു സംശയം കൂടി. തുഷാർ വെള്ളാപ്പള്ളി അല്പസമയം മുമ്പ് പറഞ്ഞത് സാധാരണ കോട്ടയത്ത് കേൾക്കാത്തൊരു കണക്കാണ്, താങ്കൾ 3ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളത്. അവർക്കിപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏതാണെന്നൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, അത് എൻ്റെ ശൈലിയല്ല. അതുകൊണ്ട് അത് ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു ലഘുലേഖയൊക്കെ വന്നിരുന്നല്ലോ ഇതുമായി വന്നിട്ട്, അതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ്. അതല്ലേ പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ഒരിക്കലും ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരായി ഒരു വാക്ക് പോലും കഴിഞ്ഞ ഏതാണ്ട് 2 മാസത്തിന് മേലായി എൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചിട്ട്. പക്ഷേ ഇന്നേ വരെ ഞാൻ ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെയും ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ പറഞ്ഞത് ഞാൻ MP ഫണ്ട് ചിലവഴിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അതിന് ഞാൻ രേഖകളല്ലേ കാണിക്കുന്നത്. അദ്ദേഹം രേഖകളുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ചുമ്മാ ഏതെങ്കിലും തരത്തിലുള്ള പൊള്ളയായ പ്രസ്താവനകൾ നടത്തിയാൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ സത്യസന്ധമായി മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. ആ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കഴിഞ്ഞ 33 വർഷത്തെ ചരിത്രമുണ്ട്. ആ 33 വർഷവും ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇത്തവണയും അതേപോലെ ജനങ്ങൾ അംഗീകരിക്കും. ഒരു കാര്യം കൂടി, UDF വോട്ടടക്കം താങ്കൾക്ക് മറിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ അവസാന മണി. ഞാൻ ഒരു സംശയം കൂടാതെ പറയട്ടെ, ഞാൻ ഇന്നലെ ഏതോ ഒരു മാധ്യമത്തിൽ പത്രത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പോളറൈസേഷൻ എനിക്ക് അനുകൂലമായിട്ടുണ്ട്. UDF വോട്ടും വീഴും. UDF വോട്ടും വരുമല്ലോ. വോട്ട് ചെയ്യുന്നവരിൽ UDFകാരാണോ LDFകാരാണോ BJPക്കാരാണോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ രാഹുൽ ഫാക്ടറും ഇന്ത്യ മുന്നണി എന്ന വാദവും ഇത് രണ്ടും താങ്കൾക്ക് ഗുണാവുന്ന തീർച്ചയായിട്ടും വരും, ഒരു സംശയമില്ല. എന്തായാലും അതാണ് തോമസ് ചാഴികാടൻ്റെ ആത്മവിശ്വാസം. ഇന്ത്യ മുന്നണി ഇവിടെ യാഥാർത്ഥ്യമാണ് എന്നതും അദ്ദേഹം അടിയുറച്ച് പറയുകയുമാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.